മച്ചാ പറയാം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആനിമ വേൾഡ് വൺ ഓഫ് ദ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിനോട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ആനിമ ന്യൂസുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ആനിമയെക്കുറിച്ച് അറിയണം കണ്ടൻസുകൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അച്ഛന്മാരെ നൈസ് വീഡിയോ ആയിരിക്കും. ഈ ഒരു മന്തിലെ റിലീ കുറേ ബിഗസ്റ്റ് ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ട്രേറ്റ് നമുക്ക് നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടന്നേക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആനിമ ന്യൂസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ ജംഫസിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ കൂളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജംഫസ് റീഡ് നടക്കുന്നത് നമ്മുടെ December 21 ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ആനിമ വേൾഡിൽ കുറേ പുതിയ കാറ്റഗറിയിൽ ഇൻഫോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ജംഫസ് കേസ് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അറിയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ ഡീമൺസ് ആയുള്ള പുതിയ മൂവിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ജംഫസിൽ എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും നമ്മുടെ 21 December. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ജുജുത്സു സീസൺ 3 പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ ജംഫസിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് ഇൻഫർമേഷനോട് നമ്മുടെ ജംഫസ് വരുമ്പോൾ ഒരു വൺ ക്ലാഷ് ആയിരിക്കും സംഭവിക്കാനാണ് പോകുന്നത്. പിന്നെ കാര്യം വെച്ചാൽ എന്തായാലും നമുക്ക് ഡീമൺസ് ആയാലും പുതിയ മൂവി ഇനി നമുക്ക് നമ്മുടെ 2025 നെക്സ്റ്റ് ഇയർ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനെന്നാണ് നമുക്കൊരു ഏകദേശം ഒരു കൺഫേം ആയിട്ട് കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ നമ്മുടെ വൺ പീസിലെ ഹെഡ് ആർക്കിന് ശേഷമുള്ള റീമേക്ക് രീതിയിൽ നമ്മുടെ ഹെഡ് ആർക്കിൻ്റെ രീതിയിൽ റീമേക്ക് എന്നൊരു പുതിയൊരു കോൺസെപ്റ്റ് രീതിയിൽ പുതിയ ആനിമേഷനൊക്കെ വെച്ചൊരു അപ്ഗ്രേഡ് ചെയ്ത റീമേക്ക് രീതിയിൽ നമ്മുടെ ജംഫസിൻ്റെ സമയത്ത് രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഡ്രാഗൺ ബോളിൻ്റെ തന്നെ ഡെയ്മാനെ കുറിച്ചുള്ള ഇൻഫോറിൽ നമ്മുടെ ജംഫസിൻ്റെ രീതിയിൽ സമയത്ത് ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെയിൻസോ മാൻ്റെ മൂവിയാണ് നമ്മുടെ റിസിനെ കുറിച്ചുള്ള പുതിയ ഇൻഫർമേഷനും പിന്നെ നമ്മുടെ ബ്ലീച്ചിൻ്റെ TYBWനെ കുറിച്ച് ഇൻഫർമേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജംഫസിൻ്റെ ആ ഒരു സമയത്ത് റീഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജംസെറ്റ് പിന്നെ വേറെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈജൂറിൽ നമ്പർ 8 എന്ന സീസൺ 2 കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ ജംഫസിൽ ഇറങ്ങണം. പിന്നെ മൈ ഹീറോ അക്കാഡമിയുടെ സീസൺ 8 പിന്നെ സ്പൈ എക്സ് ഫാമിലിയുടെ സീസൺ 3 കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ജംഫസിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ജംഫസിന് കേസ് എടുത്ത് നമുക്ക് കുറേ റീൽ എന്നാ പറയാം ആനിമേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരികയാണ് ജംഫസിൻ്റെ സമയത്ത് അറിയാം. പിന്നെ നമ്മുടെ ഹെൽസ് പാലസിൽ സീസൺ 2 കുറിച്ചുള്ള കാര്യം നമ്മുടെ ഡോക്ടർ സ്റ്റോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരികയും ജംഫസ് ഇറങ്ങുന്നതായിരിക്കും. പിന്നെ ബ്ലൂ എക്സ്ട്രോസിൻ്റെ റേഡിയോ നമ്മുടെ പുതിയ ആനിമേ റേഡിയോ ഇൻഫർമേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജംഫസ് സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ നമ്മുടെ ഡെൻഡാറിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങൾ അനൗൺസ്മെൻറ്റ് നമ്മുടെ നമ്മുടെ ജംഫസ് സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ജംഫസ് സമയത്ത് നമ്മുടെ ആനിമേ എന്താ പറയുക അതിൻ്റെ ആ ഒരു ആനിമ പോലുള്ള ആൾക്കാരിൽ അതിൻ്റെ പീക്ക് കുറേ കാര്യങ്ങൾ ലഭിക്കുന്ന ആ ഒരു സമയമാണ് നമ്മുടെ ജംഫസിൻ്റെ സമയം എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ വൺ പീസിൻ്റെ എഡിസോട് കൂടെ നമ്മുടെ മംഗ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ആനിമ ഇപ്പോൾ സ്റ്റോപ്പിംഗ് ആണ് ബിക്കോസ് അവർ പറഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് നമ്മുടെ ആനിമേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആനിമേഷൻ രീതി നമ്മുടെ ഫ്രാങ്കിയുടെ രീതി വോയിസിൻ്റെ ഓണറായ നമ്മുടെ കസുക്കി യാവോ റിലി അതിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് സമയം റെഡി ഇപ്പോൾ പ്രഖ്യാപിച്ചേറുകയാണ്. പുള്ളിക്കാരൻ 25 ഇയേഴ്സിൻ്റെ ആ ഒരു സണ്ണിയിലുള്ള ആ ഒരു ജേർണിന് ശേഷം പുള്ളിക്കാരൻ വൺ പീസ് ക്രൂവിൻ്റെ ആ ഒരു ഫ്രാങ്കിയുടെ വോയിസിൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളിക്കാരൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് പുള്ളിക്കാരൻ നിർത്താൻ വേണ്ടിയുള്ള തീരുമാനം പുള്ളിക്കാരൻ വേണ്ടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ വളരെ വിഷമത്തോടെ പുള്ളിക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പുള്ളിക്കാരൻ വളരെ വിഷമത്തോടെ നമ്മൾ കാര്യങ്ങൾ അറിയിച്ചത്. ബട്ട് പുള്ളിക്കാരൻ എന്താ പറയുക പണ്ട് കാര്യങ്ങൾ എന്താ പറയുക ഏജ്ഡ് ആയി ബിക്കോസ് ഇത്ര നാൾ 25 ഇയേഴ്സോടെ പുള്ളിയുടെ ആ ഒരു ഫിസിക്കൽ ഹെൽത്തും മറ്റ് കാര്യങ്ങളൊക്കെ കാരണമാണ് പുള്ളിക്കാരൻ്റെ ഇടയിൽ ഇപ്പോഴും പുള്ളിക്കാരൻ വിരമിക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മുടെ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മുടെ ആ ഒരു ജംഫസിനെ കുറിച്ച് തന്നെ ആയിരിക്കും. പിന്നെ ഫയർഫോഴ്സിൻ്റെ സീസൺ 3 പുതിയ ട്രെയിലർ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ആയായിരുന്നു. പിന്നെ എന്താ പറയുക നമ്മുടെ ജംഫസ് സമയത്ത് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ജുജുത്സു കൈസൻ ചെയിൻസ് നമ്മുടെ ആ ഒരു ഡീമൺ സ്ലയറും കൂടെ ആയിട്ടുള്ള ക്ലാഷ് ആയിരിക്കും നമ്മുടെ ജംഫസ് സമയത്ത് കുറേയൊക്കെ കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ നമുക്കെന്താ പറയുക നമ്മുടെ മൈ ഹീറോ അക്കാഡമിയുടെ റീഡി നമ്മുടെ ക്രിയേറ്റർ പുതിയൊരു ആനിമേഷൻ സീരീസിന് നമ്മുടെ കൊഹി ഹൊറിസ റേഡി പുതിയതായിട്ടൊരു ആനിമേഷനാണ് പുതിയൊരു മാങ്ക റേഡി ക്രിയേറ്റ് ചെയ്യാനാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മന്തിലൂടെ നമുക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആനിമേഷൻ ന്യൂസൊക്കെ എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ജംഫസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഏതൊക്കെ ആനിമേഷനെ കുറിച്ച് റിലീസ് ആകും നമുക്ക് അന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കൂടുതൽ കാര്യം കമൻറ്റ് ചെയ്യുക, ഏതാ പുതിയ ടോപ്പിക്കാണ് കമൻറ്റ് ചെയ്യാൻ മച്ചന്മാർ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.